ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശിതയെ നമ്മുടെ നയനയെ സ്നേഹിച്ചു തുടങ്ങിയതിനെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ബെഡ്റൂമിൽ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്താണ് ആദർശിൻ്റെ മനസാക്ഷി അങ്ങോട്ടേക്ക് വരുന്നത്. മനസാക്ഷി വന്നു. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എടാ, വീട്ടിലേക്ക് കയറി വരുന്ന നല്ല മരുമക്കളെ അവർ വീടിൻ്റെ വിളക്കാണെന്നും അവർ പടിയിറങ്ങി പോയാലേ ആ വീട്ടിലെ വിളക്ക് കെട്ടുപോകുമെന്നും മനസാക്ഷി പറയുമ്പം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു ആദർശ്. പക്ഷേ ഇവിടെ നിന്റെ വിശ്വാസങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസാക്ഷി പറയുന്നു. എടാ നയന, നിനക്ക് ആരാണെന്ന് നീ തിരിച്ചറിയുകയാണ് എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയുടെ ധർമ്മം അവൾ ചെയ്തു. പക്ഷേ തിരിച്ചൊരു ഭർത്താവിൻ്റെ കടമ നീ ഇതുവരെ അവൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശനൊന്നും മിണ്ടാനില്ല. ആദർശൊന്നും മിണ്ടാതെ അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. മനസാക്ഷി വിട്ടുകൊടുക്കുമോ? നിന്ന് അങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. എടാ ദേ, നീ എത്രയൊക്കെ അവഗണിച്ചാലും നിന്റെ മുന്നിലെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അതിനൊന്നുമേ നിന്റെ പക്കൽ വ്യക്തമായൊരു മറുപടിയും കാണില്ല. അതാണ് സത്യം. എടാ നീ നിന്റെ പണി നോക്കാൻ മനസാക്ഷിയോട് ആദർശ് പറയുന്നു. മനസാക്ഷി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് മനസാക്ഷി അങ്ങ് മറഞ്ഞുപോയി. ഈ സമയത്ത് നമ്മുടെ ആദർശ് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക. ആ സമയത്ത് അങ്ങോട്ടേക്ക് ദേവയാനി വന്നു. എന്താടാ നീ ആരോട് ഈ സംസാരിക്കുന്നേ? എന്തു പറ്റി? ആരാ വന്നേ എന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല അമ്മ, ഞാൻ ആരോടും മിണ്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുക. അമ്മ എന്താ വന്നേന്ന് ചോദിച്ചപ്പം അവളെ തിരിച്ചു വിളിക്കണമെന്ന് ഞാൻ പറയുന്നത് മോശമാണെന്ന് മനസ്സിൽ ദേവയാനി ചിന്തിക്കുന്നു. അല്ല, ഞാൻ വെറുതെ വന്നതേ ഉള്ളൂ. അപ്പോഴാണ് നീ പിച്ചുമ്പയും പറയുന്നത് കേട്ടേന്ന് പറഞ്ഞു. അതെ, അത് പിന്നെ നയനയുടെ ഉണ്ടെന്ന് കരുതി അവളെ വഴക്ക് പറയായിരുന്നു എന്ന് പറഞ്ഞു. ഓ അത് ശരി. അപ്പോൾ അവളില്ലാത്തപ്പോഴും അവളായിട്ട് വഴക്കാണോ നീ എന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനി ചോദിച്ചു. അല്ല, അപ്പോൾ അത് പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തവർ എനിക്ക് ഇഷ്ടമല്ലെന്ന് ആദർശ നേരം പറഞ്ഞു. ദേവയാനി നിന്നിങ്ങനെ ഒരു മകനോട് പറയാൻ. അവളിനി വരത്തില്ല എന്നോ മറ്റോ വിളിച്ച് പറഞ്ഞായിരുന്നോ എന്ന് ദേവയാനി ചോദിച്ചപ്പം വന്നില്ലെങ്കിൽ ഇപ്പം നമുക്കെന്താന്ന് ചോദിച്ചു. അതെ വന്നില്ലെങ്കിൽ നമുക്കൊന്നുമില്ല, അതാ നിനക്കൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ദേവയാനി ചോദിച്ചപ്പം എനിക്കൊരു കുഴപ്പമില്ല അമ്മയെന്ന് പറഞ്ഞു. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഇടയ്ക്ക് നിർബന്ധിക്കുന്നുണ്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പോയിട്ട് വിളിച്ചുകൊണ്ട് വന്നില്ലല്ലോ എന്ന് അമ്മ. അത് പിന്നെ അമ്മയെ ചിലപ്പോൾ ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് വരണം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നതേ. അല്ല, നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല, ഞാൻ പോകുന്നില്ല അമ്മ, ഞാൻ പോകുന്നില്ല. പിന്നെ മുത്തശ്ശൻ്റെ അവസ്ഥയിൽ എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. അവളില്ലെങ്കിലേ മുത്തശ്ശൻ്റെ കാര്യങ്ങളൊന്നും നടക്കാത്തത് പോലെയാണ്. അല്ല, അങ്ങനെ ഒരു തോന്നൽ എനിക്കും ഇല്ലാതില്ല എന്ന് ദേവയാനി. എന്നാലും നമ്മൾ തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അമ്മയ്ക്കും അവൾ പോയ ശേഷം ജോലിഭാരം കൂടിയല്ലേ എന്ന് ആദർശ് ചോദിച്ചു. അത് തന്നെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വിഷമമൊന്നും നീ കാര്യമാക്കണ്ട, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളൂ എന്ന് ദേവയാനി പറഞ്ഞു. നിനക്ക് താല്പര്യമില്ലാതെ ഒരിക്കലും നീ വിളിച്ചുകൊണ്ട് വരരുത് മോനെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോകുന്നു. പോയ ദേവയാനി തിരിച്ചു വന്നിട്ട് അല്ല, ഒരു കാര്യം ചോദിക്കാനേ ഞാൻ മറന്നുപോയി, നിനക്കിപ്പോൾ ഉറക്കക്കുറവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല, ഞാനിപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ടമ്മേ. അല്ല, നിന്റെ മുഖം കണ്ടിട്ട് ഉറക്കമൊന്നുമില്ലാത്തതുപോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ഉറക്കം കൂടിയത് കൊണ്ടായിരിക്കും എന്ന് ആദർശ. ശരിയെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആദർശ അവളില്ലാതെ എൻ്റെ ജീവിതം ശരിയാവില്ലെന്ന് തിരിച്ചറിവിൽ ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാട്ടോ. നന്ദു ഇങ്ങനെ മുറിയിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നയന അങ്ങോട്ടേക്ക് വന്നു. നീ ഏതു നേരവും മറ്റേതോ ലോകത്താണല്ലോ മോളെ. ഞാനിവിടെ വന്നതിന് ശേഷം നിന്നെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്കൊരു ഉണർവ് ഉന്മേഷമൊന്നും ഇല്ലല്ലോ. നീ എന്താ ഒന്നും തുറന്നു പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ തൊട്ട് നീ ഇത് തന്നെയാണ് പറയുന്നത്. നീ പറയുന്ന കള്ളമാണെന്ന് എനിക്ക് അറിയാമെന്ന് അതിനെ പറയാം. ഏതു നേരവും നിങ്ങളിങ്ങനെ കുത്തി എന്നോട് എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. എന്ന് വെച്ചാലേ എൻ്റെ കൈ പിടിച്ചാ നീ അധികം നടന്നിരുന്നത്. നീ ഒന്ന് ചലിച്ചാൽ എനിക്കത് അറിയാൻ കഴിയും. നിന്റെ മനസ്സൊന്ന് മാറിയാ, നിന്റെ മുഖം ഒന്ന് വാടിയാ, അത് എന്നോട് അറിയാവുന്ന ആരാ ഉള്ളത് മോളെ എന്ന് ചോദിച്ചിട്ട് നയന. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിൽ കോള് വന്നു. നന്ദു വേഗം കട്ട് ചെയ്തു. ആരാ വിളിച്ചതെന്ന് നയന ചോദിച്ചപ്പോൾ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അനിതയാണോ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വല്ലാതെ ആയി നന്ദു. ആയിരിക്കും, അതുകൊണ്ടാണ് നീ പെട്ടെന്ന് കട്ട് ചെയ്തത്. അല്ലേ ചേച്ചി, വിവേകാ വിളിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സംശയം നമ്മുടെ നയനയ്ക്ക്. ഒരിടത്ത് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ പോയില്ലായിരുന്നു. അപ്പോൾ അതൊന്നും നീ പോകാത്തതെന്ന് ചോദിച്ചു നയന. അന്നേരം നേരത്തെ പോകുന്നതായിരുന്നല്ലോ എല്ലാവർക്കും പ്രശ്നമെന്ന് നന്ദു ചോദിച്ചപ്പം അതെ, അന്ന് നീ തല്ലും വഴക്കും ഒക്കെ കൂടുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഏതു നേരവും വീടിനകത്ത് തന്നെ കഥകടച്ചിരിക്കുന്നത് കൊണ്ട് നീ നിന്റെ ഫ്രണ്ട്സുമായിട്ട് കമ്പനി കൂടി നടക്കണമെന്നുള്ളതാ അച്ഛന് പോലും ആഗ്രഹം. നിന്റെ ഇപ്പോഴത്തെ പോക്ക് അതൊട്ടും ശരിയല്ല മോളെ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നിന്റെ മനസ്സൊന്ന് ഓക്കെ ആവണമെങ്കിൽ നീ പുറത്തേക്കൊന്ന് ഇറങ്ങണം. നീ നാളെ രാവിലെ തന്നെ റെഡി ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാം, നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണാമെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നന്ദു ഞെട്ടി. കല്യാണിയെ വിളിച്ച് പറഞ്ഞാൽ മതി, അവൾ കിരണേട്ടനെ വിളിച്ച് പറഞ്ഞതൊക്കെ അറേഞ്ച് ചെയ്ത് തരുമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും.
അത് നിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും ഉണ്ടാകണം. അല്ലാതെ പറഞ്ഞാൽ പോരാ. ഈ വീട്ടിലേക്ക് വന്നാൽ ഇതിനു മുമ്പ് നല്ല രസമായിരുന്നു, ഇപ്പോൾ അതെല്ലാം പോയി, ഒരു ഉറങ്ങിയ മട്ട. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയണം. നീ എന്തോ ഒരു വലിയ രഹസ്യമാണ് നിന്റെ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുള്ളത്. അത് നിന്നെ ഒരുപാട് തളർത്തി കളഞ്ഞിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായി. അതെന്താണെന്ന് നിനക്കൊന്ന് പറഞ്ഞാൽ എന്താണെന്ന് നയന നന്ദുവിനോട് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ നീ എന്തേ പറയുന്നത്? അത് ഞാനിപ്പോൾ പറയില്ല ചേച്ചി. അനിയുടെ കല്യാണം കഴിയട്ടെ എന്ന് നമ്മുടെ നന്ദു പറഞ്ഞപ്പോൾ അനിയുടെ കല്യാണം ഇതും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചു നയന. അല്ല, അതിന് സന്തോഷമായിട്ട് എല്ലാവരും പങ്കെടുക്കേണ്ടതല്ലേ, അത് കഴിഞ്ഞിട്ട് പറയാം എന്ന് നമ്മുടെ നന്ദു. പലരുടെയും സന്തോഷത്തിന് വേണ്ടിയാ മോളെ ഞാനിപ്പോൾ ജീവിക്കുന്നത്. കല്യാണത്തിന് മുൻപും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല. അങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടിയിട്ടുമില്ല. ഇനി നിന്റെ പഠിപ്പും ജോലിയും ഒക്കെയാണ് എൻ്റെ മനസ്സിലുള്ളതെന്നും അതിലെങ്കിലും നീ ഉഴപ്പരുത്. നീ നല്ല രീതിയിൽ പഠിച്ചൊരു ജോലി മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പം നന്ദി അങ്ങ് പോയപ്പോൾ നന്ദു പിടിച്ചു നിർത്തി. അപ്പോൾ ചേച്ചിക്ക് എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ എൻ്റെ ചേച്ചി എന്നെ വെറുക്കുമെന്ന് ചോദിച്ചപ്പം, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ പറയുന്ന കാര്യത്തിൽ അത് എന്താണെങ്കിലും 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അതിൽ ഉറച്ചു നിൽക്കാൻ പാടുള്ളൂ. ഇനി ആരെങ്കിലും നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഒപ്പം നിനക്കൊരു ജീവിതം സന്തോഷമായി കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രമേ അവനുമായി ജീവിക്കാൻ നീ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നയന പറഞ്ഞു കൊടുക്കുക നന്ദുവിന്. അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നയനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് നന്ദു സങ്കടപ്പെട്ട് അവിടെ നിൽക്കുക. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന ആദർശനാണെങ്കിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ചാടി എഴുന്നേറ്റു. ഇൻഹീലർ കാണുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല. എന്നിട്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, ഭയങ്കര ഇതായി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നയനി എന്ത് ചെയ്തു, പതുക്കെ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നയനയുടെ ആ ഒരു ഫോൺ എടുത്തു. നന്ദുവിൻ്റെ ഫോൺ എടുത്ത് നയന പുറത്തിറങ്ങി. അപ്പോൾ അതിനകത്ത് വേറൊരു നമ്പറാണ് സേവ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നയനയുടെ ഫോണിലേക്ക് നമ്മുടെ ആദർശേട്ടൻ വിളിക്കുന്നു. ആദർശേട്ടൻ വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവിൻ്റെ ഫോൺ അവിടെ വെച്ചിട്ട് നയന പതുക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. മനപ്പൊരുത്തം ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്തൊരു പൊരുത്തമാ എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ സന്തോഷിച്ച നിമിഷങ്ങൾ വളരെ കുറവാണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച നിമിഷം തന്നെ എന്നെ വിളിച്ചല്ലോ. പക്ഷേ ആ സന്തോഷം സംസാരത്തിലും പ്രവൃത്തിയിലും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വേഗം തന്നെ ഫോൺ എടുത്തു. ഹലോ, ആരാ എന്ന് ചോദിച്ചപ്പം എന്താ എൻ്റെ നമ്പർ കണ്ടാൽ നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. ആദർശേട്ടനാണോ? ഉറക്കത്തിലെ ഞാൻ നമ്പർ നോക്കിയില്ലെന്നേ. ഈ സമയത്തൊക്കെയാണോ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇന്നലെ നീ എന്നെ ഈ സമയത്ത് വിളിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ വിളിച്ചതാണെന്ന് പറഞ്ഞു ആദർശ് നയനയോട്. ഞാൻ ഇന്നലെ എപ്പോഴാണ് വിളിച്ചത്? അത് പിന്നെ നീ ഓർക്കുന്നില്ലെങ്കിലേ എനിക്ക് പറഞ്ഞു തരാനൊന്നും മനസ്സില്ല എന്ന് ആദർശ് പറഞ്ഞു. വിട്ടുകൊടുക്കുന്നില്ല. അതിനിപ്പോൾ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് മുത്തശ്ശനും മുത്തശ്ശിയും വല്ലാത്തൊരു വിഷമത്തിലാണ്, അവരിപ്പോഴും ഉറങ്ങിയിട്ടില്ലെന്നൊക്കെ ആദർശ് പറഞ്ഞു. അപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ചു നയന. അത് പിന്നെ അവർ വന്നപ്പോൾ നീ കൂടി ഇങ്ങോട്ട് വരാത്തതിലേ അവർക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ നയനയ്ക്ക് കാര്യം മനസ്സിലായി. എന്തായാലും അവർ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് മുത്തശ്ശി കരയുന്നത് ഞാൻ കണ്ടെന്ന് അതൊക്കെ ആദർശ് പറഞ്ഞു. മുത്തശ്ശനും നല്ല വിഷമത്തിലായിരുന്നു. നീ അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നത് ശരിയാണോ? എന്തായാലും എല്ലാ കാര്യങ്ങളും എപ്പോഴും ശരിയായി ചെയ്യുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും നിന്റെ കാര്യത്തിൽ മാത്രം തെറ്റുപറ്റിപ്പോയി. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നില്ല എന്ന് തീരുമാനിച്ചത്. ഉടനെ എങ്ങും അത് പ്രതീക്ഷിക്കണ്ട എന്ന് നയന തറപ്പിച്ചു പറഞ്ഞു. ഇവിടെ ഇപ്പം എനിക്ക് നല്ല മനസമാധാനമുണ്ട്. അവിടെ ആ വലിയ വീട്ടിൽ ജോലി ചെയ്യുന്നത് മാത്രമാണ് മിച്ചം. ഒരു തരി സ്നേഹം ആദർശേട്ടനും അമ്മായിയമ്മയും തരുന്നില്ല എന്നും പറഞ്ഞു നയന വാശി പിടിക്കുക. ഇവിടെയാണെങ്കിൽ എന്നെ സ്നേഹം കൊണ്ട് മൂടാൻ എൻ്റെ അച്ഛനും അനിയത്തിയും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞു. ആദർശമൊന്നും പറയാനില്ല. ഞങ്ങൾ ഇത്തിരി സമ്പത്ത് കുറഞ്ഞവരൊക്കെ ആണെങ്കിലും സമ്പത്ത് കൊണ്ട് സ്നേഹം വിലയ്ക്ക് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞേ. അപ്പോഴേക്കും നമ്മുടെ ആദർശ് പെട്ടിരിക്കുക, ഇവളെന്താ ഇങ്ങനെയെന്ന് ഓർത്ത്. അപ്പോൾ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടുന്ന് ഹലോ വയ്ക്കുക നയന. പെട്ടെന്ന് ഹലോ, പിന്നെ അതെ, നിൻ്റെ ഈ അഹങ്കാരവും ഞാനെന്ന ഭാവവും അതെ ഈ ജന്മം മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം തിരിച്ചു അങ്ങനെ തന്നെയാ, പിന്നെ എന്തിനാ വിളിക്കുന്നത് എന്ന് നയന ആദർശിനോട് ചോദിച്ചു. ഇനിയിപ്പം ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കില്ല. രാത്രി മനുഷ്യൻ്റെ ഓർക്കം കളയാനായിട്ട് ഓരോരുത്തർ വിളിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് നയന ദേഷ്യപ്പെട്ടപ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ആദർശ്. സൂക്ഷിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്താ? ഈ സമയത്ത് പെണ്ണുങ്ങളെ വിളിച്ച് ശല്യം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. പെണ്ണുങ്ങളോ? എടി നീ എൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുവാണ് നമ്മുടെ ആദർശ്. ഭാര്യ എന്താ പെണ്ണല്ലേ എന്ന് നയനെ നേരം ചോദിച്ചു. നിന്റെ കാര്യത്തിലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആയിക്കോട്ടെ ശരി, ഭാര്യയാണ് പോലും. ഒരു ഭാര്യയോട് ഭർത്താവ് ചെയ്യേണ്ട കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അയാൾ ചെയ്യുന്നെങ്കിൽ മാത്രമേ അയാൾ ഭാര്യയാകൂ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ബന്ധം എന്തിനു വേണ്ടിയാണെന്ന് ആലോചിക്കുക ഇപ്പോൾ എന്നൊക്കെ നയന പറഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ നമുക്ക് രണ്ടിലൊന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു ആദർശ്. ശരി തീരുമാനിക്കാം.
വീട്ടിലുള്ളവരോടും കൂടി ഒന്ന് പറഞ്ഞേര്, എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് നയന തർപ്പിച്ച് പറഞ്ഞപ്പം എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കരുതിയിട്ട് ഞാനെല്ലാം സഹിക്കുന്നത് പറഞ്ഞേക്കാം, അങ്ങനെ ക്ഷമിക്കേണ്ടെന്ന് അവർ രണ്ടുപേരും പറഞ്ഞു. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്നുള്ളൊരു നിലപാടെടുക്കണമെന്ന് അവർ പറഞ്ഞത്. ആഹാ, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു എന്ന് ആദർശ് ചോദിച്ചപ്പം അങ്ങനെ തന്നെ അവർ പറഞ്ഞത്. മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നതെന്നൊക്കെ നമ്മുടെ നയന ആദർശിനോട് പറയാം. എൻ്റെ ഭർത്താവിന് എന്നെ മനസ്സിലായില്ലെങ്കിലും അവർക്ക് എന്നെ കൃത്യമായിട്ട് പിടികിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞേ. അതുകൊണ്ട് അഹങ്കാരിയായ ഭാര്യയെ ഇനി കഷ്ടപ്പെട്ട് സഹിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് നയന ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ആദർശിന് ടെൻഷനായി. ഈശ്വര, ഇവള് കട്ട് ചെയ്തിട്ട് പോയോ, ദൈവമേ, ഞാൻ അവൾ അരുതാത്ത എന്തെങ്കിലും തീരുമാനം എടുക്കുമെന്ന്. അപ്പോൾ ആദർശേട്ടന് വിഷമമായി കാണുമെന്ന് നയനെ അവിടെ നിന്ന് ചിന്തിക്കാം. ഇനിയിപ്പോൾ ഉറങ്ങത്തില്ലായിരിക്കോ, ഓ അത്ര വേണ്ടായിരുന്നു എന്നൊക്കെ നയനെ അവിടെ നിന്ന് ചിന്തിക്കുന്നു. ഈ സമയം അവൾ രണ്ടും കൽപ്പിച്ചാണല്ലോ, ഇനി ഒരു ദിവസം പോലും അവളില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക്. ഇതിപ്പോൾ ആരോട് ഞാൻ പറയാനാ? ദൈവം പോലും അവൾക്കൊപ്പമാണല്ലോ നിൽക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്. അവൾ പറഞ്ഞതുപോലെ ഒരു ഭാര്യയ്ക്ക് വേണ്ടുന്നതൊന്നും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശ് അവിടെ നിന്ന് ചിന്തിക്കും. വീണ്ടും മനസാക്ഷി വരുന്നു. മനസാക്ഷി വന്ന് ആദർശിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഡാ എന്നും പറഞ്ഞു വിളിച്ച. അപ്പം ആദർശ് നോക്കുന്നു. പോയി കിടന്ന് ഉറങ്ങടാ മണ്ട എന്നും പറഞ്ഞു. എന്തോന്നാ? പോയി കിടന്ന് ഉറങ്ങടാ, നല്ലൊരു ഭാര്യയെ കിട്ടിയിട്ട് അവളെ കൂടെ നിർത്താതെ കൊണ്ട് വിട്ടിരിക്കും അവൻ എന്നും പറഞ്ഞ് മനസാക്ഷി. എടാ, നിനക്ക് നാണോ ഇല്ല, നന്ദിയില്ല, നീ എന്തൊരു ജന്മമാടാന്നൊക്കെ ഇങ്ങനെ മനസാക്ഷി ചോദിച്ചിട്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ആദർശ് വീണ്ടും പെട്ടു. അപ്പോൾ എല്ലാവരും നയന എന്ന് പറയുന്ന നല്ല പെണ്ണിനെ മനസ്സിലാക്കുന്നുള്ളതായിട്ട് ആദർശിന് മനസ്സിലായി. ഇതെല്ലാം കഴിഞ്ഞു രാവിലെ എഴുന്നേറ്റ് നമ്മുടെ നയന പതിവ് പോലെ തന്നെ മുറ്റത്ത് കോലം ഇടുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആ സമയത്ത് ആദർശ് മുറ്റത്ത് വന്ന് നിൽക്കുന്നു. ആദർശിനെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ നയനി ഒന്ന് ഞെട്ടി. നയനി ഇങ്ങനെ ഇഷ്ടത്തോടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക, പക്ഷെ മുഖത്തത് കാണിക്കുന്നില്ല. ആദർശം അതുപോലെ തന്നെ. അപ്പോഴാണ് ഗോവിന്ദേട്ടൻ ഇറങ്ങി വരുന്നത്. ആഹാ, മോൻ രാവിലെ തന്നെ ഇറങ്ങിയോ എന്നും ചോദിച്ചോ. എന്താ മോനെ അത് രാവിലെ തന്നെ എന്ന് ചോദിച്ചപ്പോൾ അതുപിന്നെ മുത്തച്ഛൻ എന്തോ ഒരു വിഷമം പോലെ. ഞാൻ ചോദിച്ചിട്ടും കാര്യം പറയുന്നില്ല. എനിക്ക് മനസ്സിലായി നയന ഇല്ലാത്തതിൻ്റെ വിഷമമാണെന്ന്. ഞാനില്ലെന്നും പറഞ്ഞ് അവർക്കൊരു വിഷമവും ഇല്ല. എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിന്നോളാനാ മുത്തശ്ശനും മുത്തശ്ശിയും വന്നപ്പോൾ പറഞ്ഞതെന്ന് നമ്മുടെ നയന ആദർശനോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ശരിയാ മോനെ, അവർക്കൊപ്പം മോള് പോകുന്നുണ്ടെങ്കിൽ പൊക്കോളാൻ ഞാൻ പറഞ്ഞതാ. അപ്പോൾ മൂർത്തി സാറാ പറഞ്ഞത് കുറച്ച് ദിവസം മോൾ ഇവിടെ നിന്നോട്ടേന്ന്. അവർ പിന്നെ അങ്ങനെയല്ലേ പറയൂ. എങ്കിലും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മനസ്സ് വായിക്കാനേ എനിക്കറിയാവുന്ന ആദർശം. എന്തായാലും മനസ്സ് വായിച്ച ആളെ അകത്തോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു. ഞാൻ കയറിയിരിക്കാനൊന്നും വന്നതല്ല, എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പൊക്കോളാൻ പറഞ്ഞു. ഇവിടെ ആരും കയ്യിൽ പിടിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് നയന. വീട്ടിൽ കയറി വന്നതിൽ ആൾ കളിച്ചതാ. മോളെ വിളിക്കാൻ വന്നതാണെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നതെന്ന് അച്ഛൻ നയനയോട് ചോദിച്ചു. അപ്പോഴേക്കും ആദർശം ഇങ്ങനെ തലയെടുപ്പോട് കൂടി നിൽക്കുന്നു. അപ്പോൾ ഇത് അന്യ വീടൊന്നും അല്ലല്ലോ അച്ഛാ, സ്വന്തം വീട് പോലെ കരുതേണ്ട വീടല്ലേ. അപ്പം പിന്നെ അകത്ത് കയറി കുറച്ച് സമയം ഇരുന്നൂടെ എന്നൊക്കെ നയന ചോദിക്കും കേട്ടോ. എപ്പോൾ നോക്കിയാലും വഴക്കാണെന്ന് ആദർശം അന്നേരം പറഞ്ഞു. ഇനിയിപ്പോൾ അകത്ത് കയറി ഇരുന്നില്ല എന്നുള്ളൊരു പരാതി വേണ്ട. അകത്ത് കയറി ഇരുന്നാൽ മാത്രം പോരാ, രാവിലെ വന്നതല്ലേ, ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് നയന പറഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ഇതല്ല. ഇനി ഇത്തിരി നേരത്തെ കഴിച്ചതെന്ന് കരുതി ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് കുറച്ച് ദോശ ചുടാൻ അധികം സമയമൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പം എന്തായാലും മോൻ വാ എന്ന് പറഞ്ഞ് ഗോവിന്ദേട്ടൻ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോന്നു. ആ സമയം എടി നീ ജയിച്ചെന്ന് കരുതണ്ട കേട്ടോ എന്ന് പറഞ്ഞ് നയനയോട് പതുക്കെ ചെവിയിൽ ആദർശ് പറയുമ്പം അതിനോട് മത്സരമൊന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് നയന പിന്നെ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോകുന്നു. നമ്മുടെ നന്ദുവിനെ ചെന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുക നയന. നീ വേഗം എഴുന്നേറ്റേന്ന് പറഞ്ഞു. എന്തിന്? അതെ ആദർശേട്ടൻ വന്നിട്ടുണ്ട്. എന്തിനാ ചേച്ചി? എന്തിനാണെന്നോ? എന്നെ വിളിച്ചോണ്ട് പോവാനാ. ഞാൻ ആദർശേട്ടൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ല, ആദർശേട്ടൻ വിളിക്കാൻ വരത്തില്ലെന്നല്ലേ ചേച്ചി പറഞ്ഞതെന്ന് നന്ദു ചോദിച്ചു. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ വിളിക്കാൻ വരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ സ്നേഹമൊക്കെ ഉണ്ട് എന്ന് നയന നന്ദുവിനോട് പറഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ, പെട്ടെന്ന് നീ എൻ്റെ കൂടെ ഒന്ന് സഹായിക്കാൻ കൂടാൻ പറഞ്ഞു നന്ദുവിനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ നന്ദു ഇങ്ങനെ ആകെ ഇതായിട്ട് അങ്ങനെ ഇരിക്കുക. നിൻ്റെ മനസ്സിനെ ആ ഫ്രണ്ട് നന്നായിട്ട് ഉലച്ചിട്ടുണ്ട്, പക്ഷെ അതത്ര നല്ല ഫ്രണ്ടാണെന്നൊന്നും എനിക്ക് തോന്നണില്ല കേട്ടോ എന്ന് നയന ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞു. അതും പറഞ്ഞ് നമ്മുടെ നയന അവിടെ നിന്ന് അങ്ങ് പോയി. നയന പോയപ്പോഴും വിഷമിച്ച് ഇങ്ങനെ നന്ദു ഓടി ഇരിക്കുക. ഇത് കഴിഞ്ഞ് ആദർശിന് ഫുഡ് ഉണ്ടാക്കി വിളമ്പി കൊടുത്തു നമ്മുടെ നയന. അപ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞു സന്തോഷം കൊണ്ടേ. ഈ സമയം നന്ദു ഭയങ്കര സങ്കടത്തിലാണെന്ന് മൊത്തത്തിലൊരു സംസാരം ഉണ്ടല്ലോ എന്ന് നന്ദുവിനോട് ആദർശ് ചോദിക്കുക. അപ്പോൾ അതെ, വെറും സംസാരമല്ല കേട്ടോ, മുഖം കണ്ടാൽ അറിയാം എന്തോ ഒരു വിഷമം മനസ്സിലുണ്ടെന്ന്. എന്താ അതെന്ന് ആദർശം ചോദിച്ചു. അപ്പോൾ അത് പിന്നെ അങ്ങനെയൊന്നും ഇല്ല ആദർശേട്ടാ, ചേച്ചിയും ഞാനും കൂടി നടക്കാൻ വന്നപ്പോൾ ഞങ്ങളെ കണ്ട ആദർശേട്ടൻ ചേച്ചി അത്ര കെയർ ചെയ്തില്ലല്ലോ, അതിലൊരു വിഷമം എനിക്കുണ്ടായിരുന്നു എന്ന് നമ്മുടെ നന്ദു പറയാം.
ആ അതിൻ്റെ മാത്രം വിഷമമൊന്നുമല്ല, അതിനപ്പുറം എന്തൊക്കെയോ കുഴപ്പം ഇവക്ക് കൊണ്ട് ആദർശേട്ടാന്ന് നമ്മുടെ നയന പറഞ്ഞപ്പോൾ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ കൈപുണ്യമാണ് നിന്നെ രക്ഷിച്ചത് എന്ന് ആദർശ് നയനയോട്. എന്ന് വെച്ചാൽ മുത്തശ്ശനും മുത്തശ്ശിയും കല്യാണം വിളിക്കാൻ തുടങ്ങിയ സമയത്ത് ഇവിടേക്ക് വന്നത് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു. അങ്ങനെ ആദ്യമായി ആദർശ് തൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ നയനയെക്കുറിച്ച് നല്ലതൊന്നു പറഞ്ഞു. ഇവളുടെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വയറിനൊരു സുഖമില്ലെന്ന് മുത്തശ്ശനൊരു ദിവസം പറഞ്ഞായിരുന്നു. മുത്തശ്ശിയും അതിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെയൊക്കെ പറഞ്ഞോ? അപ്പം മോളുണ്ടാക്കുന്ന ഭക്ഷണം മോൻ്റെ മുത്തശ്ശന് വലിയ ഇഷ്ടമാണല്ലേ എന്ന് അച്ഛൻ ചോദിച്ചപ്പം ചിരിച്ചോണ്ടിരിക്കുക ആദർശ്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നീ അവിടെ വന്നേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ നയന തലയാട്ടുക. പിന്നെ എന്നോടൊന്നും പറയാതെയാണല്ലോ നീ ഇങ്ങോട്ടേക്ക് വന്നത്, അതുകൊണ്ട് ഞാൻ വിളിക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് മുത്തശ്ശി രഹസ്യമായിട്ടാണ് വന്നു പറഞ്ഞത്. മോളില്ലാത്തത് മുത്തശ്ശിന് വലിയ വിഷമാടാ, പോയി വിളിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ എന്ന് നയന ചോദിച്ചപ്പം ഇനി ഇത് നീ പോയി ചോദിക്കാനൊന്നും നിൽക്കേണ്ട, ആരോടും ഒന്നും പറയരുത്, എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് അപ്പം തന്നെ ഇത് കള്ളമാണെന്ന് ഇവർക്കൊക്കെ മനസ്സിലായി. അങ്ങനെ നേരം വെളുക്കുന്നതിന് മുൻപേ ചെന്ന് നയനയുടെ കാല് പിടിച്ച് നയനയെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. നയനയെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു. എന്തായാലും ഉള്ളത് പറയാവല്ലോ, രുചിയുള്ള ആഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവള് മറ്റുള്ളവരെക്കാളും മുന്നിലാണെന്ന് ആദർശ് പറയുന്നു. നയനയ്ക്ക് സന്തോഷമായി, നന്ദുവിന് സന്തോഷമായി. അപ്പോൾ എല്ലാത്തിനും ചേച്ചി മുന്നിൽ തന്നെയാണെന്ന് നന്ദു അന്നേരം പറഞ്ഞു. നേരത്തെ ചേച്ചി ഇല്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ലായിരുന്നു എന്ന് നന്ദു പറഞ്ഞപ്പോൾ അത് വളരെ ശരിയാ മോനെ എന്ന് അച്ഛനും പറഞ്ഞു. അപ്പം അത് വളരെ ശരിയാ, ഇവളില്ലാത്തൊരു ദിവസത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. എന്തൊരു മുടിഞ്ഞ ടേസ്റ്റ് ആയി ചമ്മന്തിക്ക് എന്നൊക്കെ ആദർശ് മനസ്സിൽ ചിന്തിക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു നയന. ഒന്നുമില്ല എന്ന് പറഞ്ഞു നയനയോട് ആദർശ്. അങ്ങനെ വയറ് നിറയെ കഴിക്കുമ്പം ഒരു ദോശ കൂടി കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ നയന വാരി വാരി കൊടുക്കുക. ഞാൻ ഇത്രയ്ക്ക് കഴിക്കുമെന്ന് പറഞ്ഞപ്പം എന്നാലും ഒരെണ്ണം കൂടിയൊക്കെ കഴിക്കാമെന്നും പറഞ്ഞു ആദർശ്. കുറച്ച് ചമ്മന്തിയും കൂടെ ഒഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പം കുറച്ച് മതിയെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് പറയുന്നു. നയന വയറ് നിറയെ ഊട്ടി കഴിപ്പിച്ച് അങ്ങനെ നിൽക്കുന്നു. എന്തായാലും അവർ രണ്ടുപേരും പിണക്കമൊക്കെ മറന്ന് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ മനസ്സറിഞ്ഞ് അവൾ ഒഴിച്ചതെന്നൊക്കെ ആദർശ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു. നന്ദുവിന് ആലോചനയൊക്കെ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു ആദർശ്. അപ്പോഴേക്കും നന്ദു ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണില്ലേ? എല്ലാവർക്കും നന്ദി.